നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സംഗീത പ്രേമികൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു മരണം തന്നെയാണ് വയലിനിസ്റ്റ്, സംഗീത സംവിധായകനുമായ ബാലഭാസ്കറിൻ്റേത്. ഇപ്പോഴും ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ മാറിയിട്ടുമില്ല. മകളുടെ പേരിലുള്ള വഴിപാടുകൾക്കായി തൃശൂർക്ക് പോയ കുടുംബം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരവെയാണ് ഇവർ സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടത്. ബാലഭാസ്കറും മകള് മുൻ സീറ്റിലായിരുന്നു. മകൾ അപകട സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു. ബാലഭാസ്കറിനെ ഗുരുതര പരിക്കുകളോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ഫലമുണ്ടായില്ല. പ്രാർത്ഥനകൾ വിഫലമാക്കി ബാലഭാസ്കറും മകളുടെ അടുത്തേക്ക് പോയി. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിക്കും ഗുരുതര പരിക്കുകളുണ്ടായിരുന്നു. ഭർത്താവിന്റെയും മകളുടെയും മരണശേഷം ലക്ഷ്മി ഇന്നേ വരെ പുറം ലോകത്തേക്ക് വന്നിട്ടില്ല. ബാലഭാസ്കറിന്റെ സുഹൃത്തും സംഗീതജ്ഞനുമായ സ്റ്റീഫൻ ദേവസിയാണ് ലക്ഷ്മിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് താരപത്നി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയങ്ങളിൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. ഇപ്പോഴിതാ ബാലഭാസ്കറിനെയും ലക്ഷ്മിയെയും കുറിച്ച് സ്റ്റീഫൻ ദേവസി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ബാലഭാസ്കറിന്റെ കുടുംബവുമായി കണക്ഷൻ ഇപ്പോൾ ഇല്ല. ബാലഭാസ്കർ പോയതിന്റെ വിഷമം എനിക്ക് മാറിയിട്ടില്ല. ഇപ്പോഴും വിഷമമുണ്ട്. അപകടവും മരണവും നടന്ന ശേഷം ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു കുറച്ചു നാൾ. എന്നും അവനെപ്പറ്റി ഞാൻ ആലോചിക്കും. മുറിച്ചു കളയാൻ പറ്റാത്തൊരു ബന്ധമാണിത്. ഞങ്ങൾ തമ്മിൽ അപാരമായ അടുപ്പമൊന്നുമില്ല. മ്യൂസിക്കാണ് അടുപ്പിച്ചത്. കലാകാരന്മാർക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി കണക്ഷൻ ഇല്ലാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നി. അവർ തിരികെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെയൊക്കെ കാണുമ്പോൾ വിഷമം വന്നാലോ എന്ന് കരുതി മനഃപൂർവ്വം ഞങ്ങൾ ആരും കോണ്ടാക്ട് ചെയ്യാറില്ല. അവർക്കും അത് താല്പര്യമില്ലെന്ന് തോന്നുന്നു എന്നാണ് സ്റ്റീഫൻ ദേവസി പറഞ്ഞതും. ബാലഭാസ്കറിന്റെ അടുത്ത ചങ്ങാതിയായിരുന്നു സ്റ്റീഫൻ ദേവസി. സ്റ്റീഫൻ കീബോർഡിലും ബാലു വയലിനിലും ഒരുമിച്ചപ്പോഴൊക്കെ അത് ആസ്വാദകർക്ക് ഹൃദയാനുഭവമായിരുന്നു നൽകിയത്. ഇരുവരും നിരവധി വേദികളിൽ ഒരുമിച്ച് സംഗീത വിസ്മയം തീർത്തിട്ടുണ്ട്. ബാലഭാസ്കറിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴും സ്റ്റീഫൻ സംഗീതാർച്ചന നടത്തിയിരുന്നു. ബാലഭാസ്കർ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന സമയത്തും സ്റ്റീഫൻ കയറി കണ്ടു സംസാരിച്ചിരുന്നു. അതേക്കുറിച്ച് മുമ്പൊരിക്കൽ സ്റ്റീഫൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മനസ്സിലായോ എന്ന ചോദ്യത്തോടെയാണ് ഞാൻ ബാലുവിനടുത്തേക്ക് ചെന്നത്. ഇത്തരമൊരു അവസ്ഥയിലും അവൻ എന്നെ തിരിച്ചറിഞ്ഞു എന്ന സന്തോഷം മനസ്സിന് ആശ്വാസം നൽകി. കണ്ടുപോരാനുള്ള അനുവാദം മാത്രമാണ് ഡോക്ടർമാർ നൽകിയതെങ്കിലും സംസാരം ബാലുവിൽ പുരോഗതി ഉണ്ടാക്കുന്നുവെന്ന വിശ്വാസത്തിൽ 45 മിനിറ്റോളം സംസാരം തുടരാൻ അവർ അനുവദിച്ചു. ഒന്നിച്ച് അവതരിപ്പിക്കേണ്ട സ്റ്റേജ് പരിപാടികളെക്കുറിച്ച് ബാലുവുമായി ഒരുപാട് സംസാരിച്ചു. അതുവരെ നിറഞ്ഞു നിന്ന എൻ്റെ സങ്കടങ്ങളെ മുഴുവൻ തുടച്ചു നീക്കാനുള്ള ശക്തി അവൻ്റെ ആ പ്രതികരണത്തിനുണ്ടായിരുന്നു. മരിക്കുമ്പോൾ 41 വയസ്സ് മാത്രമായിരുന്നു ബാലഭാസ്കറിൻ്റെ പ്രായം. ബാലഭാസ്കറിന്റെയും ലക്ഷ്മിയുടെയും പ്രണയവിവാഹമായിരുന്നു. 22-ാം വയസ്സിൽ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ചാണ് ലക്ഷ്മിയെ ബാലഭാസ്കർ വിവാഹം ചെയ്തത്. കോളേജ് കാലത്താണ് ഇരുവരും കണ്ടുമുട്ടിയതും പ്രണയത്തിലായതും. 17-ാം വയസ്സിൽ തന്നെ സിനിമയിലേക്ക് ബാലഭാസ്കർ എത്തിയിരുന്നു. ഡിഗ്രി 2-ാം വർഷ വിദ്യാർത്ഥിയായിരിക്കെയാണ് മംഗല്യപ്പല്ലക്ക് എന്ന സിനിമയ്ക്കായി ബാലഭാസ്കർ സംഗീതമൊരുക്കിയതും. അത് ബാലഭാസ്കറിന്റെ ജീവിതത്തെ സംബന്ധിച്ച് വലിയൊരു കരിയറിലേക്കുള്ള വലിയൊരു ഉയർച്ച തന്നെയായിരുന്നു. മലയാളികളുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറിയ ഒരു നിമിഷം കൂടിയായിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.